എടാ നീ ഇത് സീരിയസ് ആയിട്ടാണോ? എന്താ നിന്റെ പ്രശ്നം? നീ ഇപ്പൊ എന്തിനാ അഞ്ജലിയെ കാണുന്നത്? വക്കാലത്ത് ഒഴിഞ്ഞുതരാൻ പറയാൻ. വക്കാലത്ത് ഒഴിയാനോ? ഏത് വക്കാലത്ത്? പത്മയുടെ കേസിലെ വക്കാലത്ത്. കക്ഷിയുടെ മുഴുവൻ പേര് പത്മകുമാരി. കേസ് നമ്പർ SC35/2025. പത്മ കാർത്തിക് കേസിൽ നിന്നും അഡ്വക്കേറ്റ് അഞ്ജലി വക്കാലത്ത് ഒഴിയണം. അതാണ് ആവശ്യം. അത് കൊള്ളാലോ. താനിത് എന്ത് തോന്നിയാസോ പറയുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതിൽ മനസ്സിലാക്കാനായിട്ട് ഒന്നുമില്ല. കേസിൽ തന്റെ വക്കീൽ തനിക്ക് അനുകൂലമല്ലെന്ന് കക്ഷിക്ക് തോന്നിയ വേറൊരു വക്കീലിനെ കണ്ട് വക്കാലത്ത് നൽകാം, ആ കേസും തുടരാം. അതിന് ആദ്യത്തെ വക്കീല് താൻ ആ കേസിന്റെ വക്കാലത്ത് ഒഴിഞ്ഞു എന്ന് എഴുതി ഒപ്പിട്ട് തരണം. സമ്മതപത്രം അത് വേണം എനിക്ക്. അത് ന്യായമായ ആവശ്യം. ദേ സമ്മതപത്രം അങ്ങോട്ട് ചോദിക്കേ. താൻ അന്വേഷിക്കുന്ന ആള് ദാ വരുന്നു. നമസ്കാരം മാഡം, ഞാൻ മാഡത്തിനെ കാണാനായിട്ട് വന്നതാ. പത്മ കേസിൽ മാഡം ഇത്രയും നാൾ ബാധിച്ചതിന്റെ ഫീസ് എത്രയാണെന്ന് പറഞ്ഞാൽ ഞാൻ അതങ്ങ് തന്ന് കേസ് വാപ്പസ് വാങ്ങിക്കാൻ വന്നതാ. കേസ് വാപ്പസ് വാങ്ങിക്കാനോ? അതെ, പത്മയുടെ കേസ് ഞങ്ങൾ മറ്റൊരാളെ കൊണ്ട് വാദിപ്പിക്കും. ഓഹോ, അല്ല ആരാണാവോ ഈ ഞങ്ങള്? നിങ്ങളും എന്റെ കക്ഷി പത്മയുമായിട്ട് എന്താ ബന്ധം? നിങ്ങൾ അവളുടെ അച്ഛനാണോ അതോ മകനോ സഹോദരനോ ഭർത്താവോ ആണോ? എനിക്ക് മനസ്സിലായില്ല. അഞ്ജലി വെറുതെ വാദിക്കാൻ നിൽക്കരുത്. ഞാൻ ആരായാലും നിങ്ങൾ അവളോടിപ്പോ ഈ കാണിക്കുന്നത് അന്യായമാണ്. എന്തന്യായം? നീ എന്തൊക്കെയാ പറയുന്നത്? നീ മിണ്ടി പോരുത്. നീയും നിന്റെ ഈ പെണ്ണുമ്പിള്ളി കൂടെ ചേർന്ന് ഒരു പെണ്ണിനെ അന്യനാട്ടിലെ കന്യാസ്ത്രീ മഠത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ട് ഇതിപ്പോ എത്ര നാളായി? അവളുടെ കേസ് അടുത്ത ആഴ്ചയാണ് വാദം കേൾക്കാൻ വെച്ചിരിക്കുന്നത്. നാളെ ഇതുവരെ ആയിട്ട് അഡ്വക്കേറ്റ് അഞ്ജലി അവളെ ഒന്ന് വിളിക്കുകയെ കേസിന്റെ കാര്യത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ അവൾ എന്ത് പ്രതീക്ഷയിലാണ് അഡ്വക്കേറ്റ് അഞ്ജലിയെ നമ്പി അവിടെ നിൽക്കേണ്ടത്? നീ പറ. ഓ, അപ്പൊ അതായിരുന്നു കാര്യം. അഡ്വക്കേറ്റ് അഞ്ജലിയുടെ പേരിലാ കന്നാസ് കടലാസിനോട് കോർക്കാൻ വന്നിരിക്കുന്ന. നടക്കട്ടെ നടക്കട്ടെ, ഏതുവരെ പോവെന്ന് നോക്കാലോ. അല്ല വക്കീലെ, അമ്പലത്തിൽ പോയിട്ട് എന്താണ് പ്രാർത്ഥിച്ചത്? ഈശ്വരാ, എന്നെ എൻ്റെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും കാത്തോണേ. കോടതിയിൽ ഇന്നേ വരെ തോൽവി അറിയാത്ത എൻ്റെ പുന്നാര രാഘവനുണ്ണി അങ്കിളിന് ആയുരാരോഗ്യ സൗഖ്യം നൽകണേ എന്നൊക്കെ ആയിരിക്കും. അമ്പാടി തന്നെ. പത്മയ്ക്ക് സ്വന്തം റിസ്കില് സ്വന്തം വീട്ടില് താമസവും ആഹാരവും നൽകിയ അതേ അമ്പാടി തന്റെ വക്കീലായ അഞ്ജലിയെ മാത്രം വിശ്വസിച്ച് കന്യാസ്ത്രീ മഠത്തില് ആ പെൺകുട്ടി കഴിയുന്നുണ്ട്. അവളെ ഇതുവരെ ഒന്ന് വിളിക്കാൻ പോലും അഞ്ജലിക്ക് തോന്നിയില്ലല്ലോ. വിളിക്കുന്ന പോട്ടെ, അവൾ ഇങ്ങോട്ട് വിളിച്ചപ്പോ ഫോൺ എടുത്തോ? ഒന്നും പറയല്ലേ? അറ്റ്ലീസ്റ്റ് അവളുടെ കേസ് ഫയലെങ്കിലും ഇപ്പൊ അഞ്ജലിയുടെ കയ്യിലുണ്ടോ? പറ, ഉത്തരം പറ. അതൊക്കെ പോട്ടെ, അടുത്ത സിറ്റിങ്ങിന് കേസ് കോടതിയിൽ എടുക്കുമ്പോൾ യെസ് യുവർ ഓണർ എന്നല്ലാതെ കോടതി സമക്ഷം അവൾക്ക് വേണ്ടി എന്തെങ്കിലും പറയാൻ ഒരു വാക്ക്, ഒരു പോയിന്റ് അഞ്ജലി പഠിച്ചു വെച്ചിട്ടുണ്ടോ? ഉണ്ടോ അഞ്ജലി വക്കീലെ? അപ്പൊ പിന്നെ എന്ത് വിശ്വസിച്ചിട്ടാണ് പത്മകുമാരി അഞ്ജലിയുടെ കൂടെ നിൽക്കേണ്ടത്? അഞ്ജലി എന്നെ പറ. അല്ല, അർജുൻ പറഞ്ഞാലും മതി. എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ടാ. അമ്പാടി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്നും പറയണ്ട, ഒരു ന്യായവും ഇല്ല അഞ്ജലിക്ക് പറയാൻ. പറ്റുമെങ്കിൽ പത്മകുമാരിയുടെ കേസിന്റെ വക്കാലത്ത് ഒഴിഞ്ഞു എന്നുള്ളതിന്റെ സമ്മതപത്രം സ്വന്തം ലെറ്റർ പാഡിൽ എഴുതി ഒപ്പിട്ട് വെച്ചേക്കും. ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന വേറെ വക്കീലന്മാരുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമ്പാടി, അമ്പാടി, തൃപ്തിയായല്ലോ നിനക്ക്?
അവളുടെ ഒരു പത്മയും നീതി വാങ്ങി കൊടുക്കലും. നീ തലയിൽ കയറ്റി വെച്ചോണ്ട് നടന്ന അവൾക്ക് നിന്നെ ഇപ്പൊ വേണ്ട. ഇനി ആരെ കാണിക്കാനാടി നിന്റെ ഈ ഷോ ഓഫ്? ആദ്യമായിട്ടും അവസാനമായിട്ടും കയ്യിൽ കിട്ടിയ ഒരു കേസും പോയില്ലേ? ഇനി നീ അഡ്വക്കേറ്റ് അഞ്ജലി അല്ല, വെറും അഞ്ജലി മാത്രം. ആദ്യമായിട്ടും അവസാനമായിട്ടും കയ്യിൽ കിട്ടിയ ഒരു കേസും പോയില്ലേ? ഇനി നീ അഡ്വക്കേറ്റ് അഞ്ജലി അല്ല, വെറും അഞ്ജലി മാത്രം. പോയ പത്മയ്ക്ക് പകരം ശംഖചക്രം തറവാട്ടിലെ വെറും അടുക്കളക്കാരി അഞ്ജലി മാത്രം. അനുപമയുടെ കാര്യം വിട്. പക്ഷെ ആ പയ്യൻ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയതിലൊരു കാര്യമുണ്ട് മോളെ. പത്മയുടെ കാര്യത്തില് മറ്റാരേക്കാളും ഉത്തരവാദിത്വം നിനക്കുണ്ട്. പക്ഷേ രാഘവൻ ഉണ്ണിയുടെ മൂക്കിൻ തുമ്പിൽ നിന്നുകൊണ്ട് പത്മ കേസില് നിനക്കിനി എന്ത് ചെയ്യാൻ സാധിക്കുമെന്നതാ ചോദ്യം. യെസ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പത്മയെ പീഡിപ്പിക്കപ്പെട്ട പെണ്ണിന്റെ അവകാശം പറഞ്ഞ് ഇങ്ങനൊരു കേസിലേക്ക് കൊണ്ടുവന്നത് തന്നെ അഞ്ജലിയാണ്. ആ അഞ്ജലി തന്നെ പത്മയെ മറന്നു. ഇനിയെങ്കിലും ആ മറവി വിട്ട് അവൾ ഓർമ്മിച്ചേ പറ്റൂ. എന്താ കുഞ്ഞപ്പ, ഇന്ന് ആകെ ഒരു ഓണം വൈബാണല്ലോ. അത് പിന്നെ ഓണപ്പാട്ട് പാടാനല്ലേ നമ്മൾ പോകുന്നത്. എന്താ നമ്മളോ? അല്ല, നമ്മളത് വെച്ചാൽ നിമ്മൽ, അതായത് ആര്യ. ആര്യ പോകുന്നത് ഓണപ്പാട്ട് പാടാനല്ലേ. അപ്പൊ പിന്നെ ഞാനും കൂടി ഒന്ന് ഓണ ഡ്രൈവിലാകാമെന്ന് കരുതി. ഡ്രൈവ് അല്ല കുഞ്ഞപ്പ, വൈബ് വൈബ്. ഓ ആ, അത് തന്നെ. ദേ, ഇതാണ് മെലഡി സ്റ്റുഡിയോ എന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ ബോർഡും കോപ്പും ഒന്നും കാണുന്നില്ലല്ലോ. കുഞ്ഞപ്പ ടെൻഷൻ ആവാതെ, ഇവിടുത്തെ റെക്കോർഡിസ്റ്റിന്റെ നമ്പർ നമ്മുടെ കയ്യിലില്ലേ, ഒന്ന് വിളിച്ചു നോക്ക്. ആ, അത് ശരിയാ. ആദ്യം ആര്യ ഇറക്കാം, എന്നിട്ടാകാം വിളി. അല്ല ആര്യ, എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്ത കാര്യം ഇതാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത് ഒരു പാട്ടിന് 10,000 10,000 ചോദിക്കുന്ന ഇന്ദിരമ്മായിയുടെ കണ്ണ് വെട്ടിച്ച് വെറും 2,000 രൂപയ്ക്ക് ഇവിടെ പാടാൻ വരാമെന്ന് ആര്യ പറഞ്ഞതിന്റെ കാരണം എന്താണെന്നാണ്. ആ, അതിലിപ്പോ പിടികിട്ടാനൊന്നുമില്ല കുഞ്ഞപ്പ. എന്റെ അമ്മ എല്ലാം അളക്കുന്നത് കാശുകൊണ്ടാ. പക്ഷെ ഞാൻ ഇതിനെ കാണുന്നതേ ഒരവസരമായിട്ടാ. ഈ വീൽ ചെയറിൽ നിന്നും പറന്നുയരാനുള്ള ഒരു അവസരം. ഇന്ന് പക്ഷേ നമ്മുടെ കൂടെ അഞ്ജലി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. അത് നടന്നില്ല, അത്ര തന്നെ. ഓ, ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാം വിധിയാ, അല്ലാതെ എന്തു പറയാ. പതുക്കെ 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 കാല് പിടിച്ചോ. ഞാൻ അകത്ത് പോയി റെക്കോർഡിസ്റ്റിനെ നോക്കിട്ട് വരാം. ഒരു മിനിറ്റ് ഇവിടെ ഇരിക്കണേ. കുഞ്ഞപ്പ,
കുഞ്ഞപ്പാ അയ്യോ, കുഞ്ഞപ്പാ അയ്യോ കുഞ്ഞപ്പാ ആരെ അയ്യോ ആര്യ ഞാൻ ലോക്കിട്ടില്ലായിരുന്നു അല്ലേ? നിനക്കൊന്നും പറ്റില്ലല്ലോ. ഒന്നും പറ്റിയില്ല. തക്ക സമയത്ത് ഈ സാർ എത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്ത് പറ്റി? ഒന്നുമില്ല, വീൽ ചെയർന്ന് സ്ലിപ്പായി പോയി, അത്രേ ഉള്ളൂ. ആ സാരഥി, താൻ പോയില്ലായിരുന്നു? ഇല്ല, ഈ ഗിറ്റാറിസ്റ്റ് സ്റ്റീഫൻ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. അന്നേരം ഈ കുട്ടിയുടെ വീൽ ചെയർ സർക്കസ് കണ്ടത്. കഷ്ടിച്ചാ രക്ഷപ്പെട്ടത് അല്ലടോ. ആ ഏതായാലും കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. ആ പിന്നെ സാരഥി, ഞാൻ ഈ കുട്ടിയെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ന്യൂ സിംഗർ. ആ നമ്മുടെ ആൽബത്തിൽ പാടാൻ പുതിയൊരു സിംഗർ വരുമെന്ന് പറഞ്ഞിരുന്നില്ലേ? സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം ആര്യ. ഓ, നമ്മുടെ വൈറലായ പാട്ടുപാടിയ കുട്ടി ആര്യ സതീഷ്. അത് ഇയാളായിരുന്നല്ലേ? ആ പിന്നെ ആര്യ, ഇത് പാർത്ഥ സാരഥി. സാരഥി എന്ന് ഞങ്ങൾ വിളിക്കും. എന്റെയും മ്യൂസിക് ഡയറക്ടർ ഗിരീഷ് സരികയുടെയും ഫ്രണ്ടാ. ആള് ജിമ്മനാ, പക്ഷെ പാട്ടെന്ന് പറഞ്ഞാ ആള് മരിക്കും. ഓ അങ്ങനൊന്നുമില്ല. ആ പിന്നെ ഈ ആര്യയ്ക്ക് വേണ്ടി ഗിരീഷ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന പാട്ടേയും കേട്ടു. ഉള്ളത് പറയാമല്ലോ, പോളി സാധനം. ഇക്കുറി ഓണത്തിന് ആര്യയുടെ പാട്ടാവും ട്രെൻഡ് ആവാൻ പോകുന്നത്, അതെനിക്ക് ഉറപ്പാ. അപ്പോ ഓൾ ദ ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഇൻ അഡ്വാൻസ്. താങ്ക് യു. താങ്ക്സ്. ആ എന്നാ പിന്നെ നമുക്ക് അകത്തോട്ട് കയറിയാലോ? എടോ സാരഥി, താ നിൽക്കുമല്ലേ? ആ അതെ, നിങ്ങളുടെ കാര്യം നടക്കട്ടെ. ശരി. ശരി. എന്നിട്ട് നിങ്ങൾ എന്തായി കാണിക്കുന്നത്? കുറെ നേരമായല്ലോ അടുക്കളയിൽ നിന്ന് കളിക്കുന്നത്. അയ്യോ വലിയമ്മേ, ഇത് കളിയല്ല, ഞങ്ങളൊരു പുതിയ ഡിഷ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ദാ നോക്കി,
വൈറലായ ഒരു ഐറ്റമാ ക്രിസ്പി ക്രീമി ബ്രെഡ് ബൈറ്റ്സ്. ബ്രെഡിന്റെ ഉള്ളില് ക്രീമിയായ ഫില്ലിങ്സും ഒപ്പം പുറം ഭാഗം നല്ലതുപോലെ ഫ്രൈ ചെയ്ത് മുരിച്ചെടുക്കുന്ന ഐറ്റം. ഔട്ട്സൈഡ് ക്രിസ്പി, ഇൻസൈഡ് ക്രീമി. കുറച്ചുകൂടി വെയിറ്റ് ചെയ്താ ഒരു പീസ് അമ്മയ്ക്കും കൂടി തരാം. ഓ, അതൊക്കെ നിങ്ങൾ തന്നെ അങ്ങ് കഴിച്ചാ മതി. നീ തന്ന ആ മോയ്സ്ചറൈസിംഗ് ക്രീം ഇട്ടിട്ടെ എന്റെ സ്കിൻ ടെക്സ്ചറൊക്കെ അങ്ങ് മാറിപ്പോയി. ഞാൻ ഇനി അത് ഉപയോഗിക്കുന്നില്ല. അതിന് പകരം വേറൊരു പേര് പറഞ്ഞതാ. അതെ, ഇപ്പൊ ഏട്ടത്തിയുടെ ടെക്സ്ചർ മാത്രമേ പോയിട്ടുള്ളൂ. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ജീവിതം തന്നെ കൈവിട്ട് പോകുമെന്നാ എനിക്ക് തോന്നുന്നത്. അതെന്ത് പറ്റി എന്തു? നീ എന്തായി പറയുന്നത്? ഇനി എന്ത് പറ്റാൻ, എന്ത് പറയാൻ? പുത്തനച്ചി പുരപ്പുറം തൂക്കുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരുത്തി കൂര തന്നെ പൊളിച്ച് പുറത്ത് ചാടാനുള്ള ഒരുക്കത്തിലാ. പുറത്ത് ചാടാനോ എന്ന് വെച്ചാ? നീ ഒന്ന് തെളിച്ചു പറയുന്നു, എന്താ കാര്യം? അയ്യോ, എന്റെ ഏട്ടത്തി അവളില്ലേ, ആ അഞ്ജലി, അവള് ദേ കുറ്റിയും പറിച്ച് പുറത്തോട്ട് പോവാൻ പോകുന്നു. അഞ്ജലിയോ? എങ്ങോട്ട്? അതൊന്നും എനിക്കറിയില്ല. അവള് മുറ്റം വരെ വന്നതാ. ഫോൺ മറന്നു പോയിട്ടാന്ന് തോന്നുന്നു. വീണ്ടും അകത്തേക്ക് കയറി പോയിട്ടുണ്ട്. അപ്പോഴാ ഞാൻ കണ്ടത്. ഏട്ടത്തി ഇവിടെ സ്കിന്നും ടെക്സ്ചറും നോക്കി ഇരിക്കാതെ ഒന്ന് വേഗം വാ. എന്നിട്ട് ഏട്ടത്തി തന്നെ അവളോട് നേരിട്ട് ചോദിക്കുക എന്തിനുള്ള പുറപ്പാടാന്ന്. പറ്റുമെങ്കിൽ അന്ന് അർജുന റൂമിൽ പൂട്ടിയിട്ട പോലെ അവളെ നമുക്ക് പൂട്ടിയിടാം. അയ്യോ കുഞ്ഞമ്മ, ഇതെന്തൊക്കെയാ പറയുന്നേ? അതെ, ആ ചേച്ചിയുടെ അടുത്ത് നിങ്ങളുടെ കളിയൊന്നും നടക്കില്ല കേട്ടോ. ആളെ ഒന്നൊന്നര ഐറ്റാ. ഒന്നരയെ മുറിച്ച് അരയും കാലും ഒക്കെ ആക്കി മാറ്റി തരാടി. നീയൊക്കെ നോക്കിക്കോ. ദേ ഏട്ടത്തി, അവളെ ഈ കോമ്പൗണ്ട് വിട്ട് പുറത്തു പോകാൻ അനുവദിക്കരുതെന്നാ രാഘവേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അറിയാലോ? വന്നേ ഇങ്ങോട്ട്, നമുക്ക് അവളെ തടഞ്ഞേ പറ്റൂ. വാ. ഈ തലതെറിച്ച പെണ്ണിത് എന്ത് ഭാവിച്ചാ? ക്രിസ്പി ക്രീമി ബ്രെഡൊക്കെ പിന്നെ അവിടെ പോയാലേ നല്ല എരിവുള്ള ഐറ്റം കാണാൻ പറ്റും. എടി നിക്കടി അവിടെ. നീ ഇതെങ്ങോട്ടാ ഇറങ്ങി പോകുന്നത്? എന്താ എന്തു പറ്റി? രണ്ട് ആന്റിമാരും കൂടെ വല്ല വഴിതടയൽ കലാപരിപാടിയോ മറ്റോ ആണോ? പോലീസും ബാരിക്കേഡും ജലപീരങ്കിയും ഒക്കെ വിളിച്ചു വരുത്തേണ്ടി വരുമോ? നിർത്തടി നിന്റെ തമാശ. ഏട്ടത്തി ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു, പക്ഷെ മനസ്സിലായില്ല. ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും? നീ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടാ കുറ്റിയും പറിച്ചു പോകുന്നതെന്നാ ചോദിച്ചത്. അതിന് കുറ്റിയും പറിച്ചിട്ട് ഓടിപ്പോവാൻ ഞാൻ ആട്ടുംകുട്ടിയോ പശുക്കുട്ടിയോ ഒന്നും അല്ല. ഐ ആം എ ഗ്രോൺ അപ്പ് വുമൻ, ആൻ അഡ്വക്കേറ്റ് ബൈ പ്രൊഫഷൻ. ജനാധിപത്യ ഇന്ത്യയിൽ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഞാൻ പോകും. നിങ്ങൾക്ക് എന്താ പ്രശ്നം? ചേച്ചി കോടതിയാണെന്ന് കരുതി ഒരേ ഷൈനിങ് ആണല്ലോ. ദേ അഞ്ജലി, നീ കൂടുതൽ ഓവർ സ്മാർട്ട് കളിക്കാൻ നിൽക്കല്ലേ. നന്ദിനി ഏട്ടത്തി ഈ വീട്ടിലെ ഗൃഹനാഥിയാ. അതായത് ഈ വീട്ടില് രാഘവേട്ടൻ കഴിഞ്ഞ അടുത്ത സ്ഥാനം നന്ദിനി ഏട്ടത്തിക്കാ. അറിയോ നിനക്ക്? അതിപ്പോ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഞാൻ എന്ത് വേണമെന്നാ നിങ്ങൾ ഈ പറയുന്നേ? മേക്ക് യുവർ പോയിന്റ്. കാര്യം പറ. നീ ഈ വീട് വിട്ട് എങ്ങോട്ടും പോകാൻ പാടില്ല. ഓ, അത് രാഘവേട്ടന്റെ തീരുമാനമാ. രാഘവേട്ടനെ ധിക്കരിച്ച് ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതെ, അങ്ങനെ ആരെങ്കിലും ചെയ്ത അവര് പിന്നെ ഈ വീടിന്റെ പടിക്ക് പുറത്താ. അയ്യോ, എനിക്കത് അറിയില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് വേറെന്തൊക്കെയാ നന്ദിനി ആന്റിയുടെ രാഘവേട്ടന്റെ തീരുമാനം? ദേ അഞ്ജലി. അതെ, യെസ്, അഞ്ജലി തന്നെയാ പറയുന്നേ.
ശംഖുചക്രത്തിലെ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ മകൻ അർജുൻ രാഘവൻ എന്റെ കഴുത്തിൽ താലി കെട്ടി എന്നുള്ളത് നേരെ എന്ന് കരുതി രാഘവനുണ്ണി സാറിന്റെ സുപ്രീവാജ്ഞകളെല്ലാം നടപ്പാക്കാൻ നിന്നു കൊടുക്കാന്ന് ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല. ഇതെന്റെ ജീവിത, എന്റെ ജീവിതത്തിൽ എന്റെ നിയമങ്ങൾ മാത്രം. ഈ അഡ്വക്കേറ്റ് അഞ്ജലി എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യണ്ടെന്നും, എവിടെ പോണെന്നും എവിടെ പോണ്ടാന്നും, ആരെ കാണണമെന്നും ആരെ കാണണ്ടെന്നും ഇതൊക്കെ തീരുമാനിക്കുന്നത് അഞ്ജലി സ്വയം തന്നെയാണ്. അല്ലാതെ രാഘവനുണ്ണി തമ്പുരാനൊന്നും അല്ലാന്നർത്ഥം. അത് കലക്കി ചേച്ചി ഇന്ന് ഒന്നാം തരം ഫോമില്. അതുകൊണ്ടേ ആന്റിമാരിൽ നിന്നും മസിൽ പിടിക്കാതെ വഴി മാറും. എന്നിട്ട് രാഘവേട്ടൻ ഉച്ചഭക്ഷണത്തിന് എന്താ വേണ്ടെന്ന് വെച്ചാ അത് വെച്ചുണ്ടാക്കി കൊടുത്തുവിടാൻ നോക്ക്. ദേ, അഡ്വക്കേറ്റ് അഞ്ജലി തന്നെയാണ് പത്മയുടെ ഈ കേസ് വാദിക്കാൻ പോകുന്നത്. നമ്മളിപ്പോ നേരെ പോകുന്നതും അഞ്ജലിയുടെ അടുത്തേക്കാണ്. എവിടെ? ശംഖുചക്രം തറവാട്ടിലേക്കോ? അഞ്ജലി തിരിച്ചു വന്നേ. നിക്കടിയോടെ